പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബൈബിൾ വചനം നോക്കിയാലോ. ഇന്നത്തെ ബൈബിൾ വചനം സങ്കീർത്തനങ്ങൾ 107:1. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മൾ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് എന്ന് പറയുന്നത് അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്, ഉറക്കത്തിലൊക്കെ എത്ര പേരാണ് പിറ്റേ ദിവസത്തെ വലിയ പ്രതീക്ഷകളുമായിട്ട് കിടന്നുറങ്ങി ഉണരാൻ പറ്റാതെ പോയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കർത്താവിന് നന്ദി പറയാറുണ്ടോ? എനിക്ക് ഇന്നൊരു ദിവസം കൂടി എനിക്ക് തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി, അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയതിന്, ആപത്തോ അപകടമോ ഒന്നുമില്ലാതെ എന്നെ സംരക്ഷിച്ചതിന് കർത്താവിന് നന്ദി എന്ന് നമ്മളൊന്ന് മനസ്സിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ നെഗറ്റീവുകൾ ചിന്തിക്കാതെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ചിന്തിക്കാതെ നമ്മളറിയാതെ പോകുന്ന ഒരുപാട് നല്ല കർത്താവിൻ്റെ നല്ല കാരുണ്യത്തിനൊത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും അറിയത്തില്ല. നമ്മുടെ കുഞ്ഞു സങ്കടങ്ങളും വിഷമങ്ങളും അല്ലാത്ത അലച്ചിലുകളും ആകുലതകളും മാത്രമേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഞാനിങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന സങ്കടങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഇന്നത്തെ ഒരു ദിവസം ഒരു പകൽ നമുക്ക് കാണാൻ ദൈവം തന്ന ഒരു വലിയ കൃപയെ ഓർത്ത് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ആ ദിവസം ഒന്ന് തുടങ്ങിക്കേ. പിന്നെ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നും ഒന്ന് എഴുന്നേറ്റ് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ നിന്ന് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങിക്കേ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഡേ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും, പോസിറ്റീവായിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ വായിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്